ഇത് ആവശ്യമുള്ളവർ പറയാ അതൊക്കെയാണ്. ഇത് മാവ ഒരു പ്ലേറ്റ് കൂടെ കാണിക്ക. ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവണില്ല. ഇത് നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഗരമേന ഇതൊരു പ്ലേറ്റ് 30 റുപ്യ ആയിരിക്കാം. 30 റുപ്യാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ റൂമാണ് ഇതിൻ്റെ അടിയിലാണ്, ലിഫ്റ്റിൻ്റെ അടിയിലാണ് ഞങ്ങൾക്ക് എടുക്കണത്. അപ്പം ഞാൻ നാട്ടിൽ പോവില്ല. അപ്പോൾ ഡ്രസ്സ് അടുപ്പിക്കാൻ വേണ്ടി വെള്ള ഡ്രസ്സ് എടുത്തിന്. അപ്പോൾ ടൈലർ കടയിൽ പോയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് കണ്ട് സംഭവം എന്താണെന്ന് കേൾക്കുക. നല്ല സംഭവം നല്ല മധുരം ഉണ്ടാവും. ഓക്കെ, ഇവിടെ കൂടെ കട്ടാക്കട്ടെ. സംഭവം സൂപ്പറാട്ടോ. बहुत अच्छा बना है, मस्त है, അടിപൊളി. ഞാൻ കൊച്ചിട്ടുണ്ട്, ഇനി തിന്ന് നോക്കാം നമുക്ക്. നല്ല അടിപൊളി പറയാൻ വാക്കില്ല. ഞാൻ തിന്ന് നോക്കി. അടിപൊളി. അസീന ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇവര് 400 റുപ്യ 450 റുപ്യ ഒന്നിന് പറഞ്ഞത്. പിന്നെ ഇതിന് 450 റുപ്യ. വൈസ് കടച്ചാൽ കോലിക്ക് ടൈറ്റ് ഉണ്ട്. ഇതിങ്ങനെ തിരിക്കണാണ്, ലോക്കാക്കണേ. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്താരോ 450 900 പറഞ്ഞതിന് അവസാനം രണ്ടും കൂടി ഞാൻ 500 റുപ്യക്ക് ഇപ്പോൾ ഇന്ന് മേടിച്ച് 24/7/2025 ഞാൻ കിടന്ന് ഉറങ്ങണ റൂമിൻ്റെ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന്. ഇവിടൊക്കെ അങ്ങനെയൊക്കെ പറയും. ഇവർ 500 900 400 പറയും. നമുക്ക് നമ്മളെ റേറ്റ് ഇഷ്ടമുള്ള റേറ്റ് കൊടുക്കുക. അപ്പോൾ ഇതും രണ്ടും കൂടിയിട്ട് 500 റുപ്യക്ക് ഇന്ന് മേടിച്ചിക്കാണ് 24/7/2025. ഹലോ സസ്യേട്ട, നിങ്ങള് സാബുഭായി നമ്മളെ ഗ്രൂപ്പില് യൂട്യൂബിൽ ഇങ്ങനെ കഥ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവിടെ വന്നിട്ട് സസ്യേട്ടന്റെ വീഡിയോ എടുക്കണില്ല, അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞിട്ടുണ്ട്. ഒന്നും വിളിക്കുന്നത് നിങ്ങൾ അറിയുന്ന ആൾക്കാരാണ്. ഒന്ന് പ്ലീസ് ആരങ്ങനെ ചോദിച്ചേക്കാൾ ഒന്നിട്ട് വരും സസ്യേട്ടോ, ഒന്ന് വരും ഇങ്ങോട്ട് വരും. സസ്യേട്ടന്റെ റൂമാ സസ്യേട്ട പേര് വരും. ഇതാ നമ്മളെ സസ്യേട്ടാ. 2-3 ആൾക്കാർ വിടാതെ കമന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിയോ ആരാന്നറിയില്ല. അപ്പൊ നിങ്ങൾ കമന്റ് വായിക്കലില്ല. അതിലുണ്ട് സാബുബായിന്റെയും കാജിഖാന്റെയും കമർബായി ഒക്കെ എടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് സസ്യേട്ടനെ എടുക്കണില്ല എന്ന് വേണ്ട. അത് സാബുബായി വായിച്ചില്ല. അപ്പൊ നമസ്കാരം. എന്താ എല്ലാവർക്കും സുഖമല്ലെന്ന് വെച്ചാണ്. ശരി, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ സ്നേഹിതനാണ്, പഴയ സ്നേഹിതനാണ്. ഈ പാവം റോട്ടുമ്പോ ഒരുപാട് കിടന്ന് വളർന്ന ആളല്ല. അതെ, ഇവനും അതേപോലെയാണ് വളർന്നാണ്. നമ്മളെ PM റോട്ടില് മുമ്പേ ഒരുപാട് ജീവിതം തള്ളി നിൽക്കുക. അങ്ങനെ ഇപ്പൊ ഇവിടെ ചെറിയൊരു കട. പാവാട വേണം, വേണം, വെക്കണം. മുകളിൽ ആൾക്കാർ കിടക്കേണ്ട. ആ ചക്കരക്ക് ഭ്രാന്താന്ന് പറയും. അങ്ങോട്ടേക്കാണ് ആ സ്ത്രീ ഇതാ. ആ സ്ത്രീയെ പൂച്ച നായ എന്തുണ്ടെങ്കിലും അതിൻ്റെ ഇതാണ്. അതിന് ഇവിടെ ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. അവിടെ കാണി ഇവിടൊക്കെ ഇതാ ബിസ്ക്കറ്റൊക്കെ കൊടുന്ന് വെച്ച് കൊടുക്കുക. അതുപോലെ എല്ലതും പാല് ഒക്കെ മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എല്ലാ സാധനങ്ങളും ഇതാ കണ്ടില്ലത്. ഇതൊക്കെ ഞാൻ ഉള്ളത് പറഞ്ഞു വിടുകയാണ്. ഇല്ലാത്തൊന്നും ഞാൻ പറഞ്ഞു വിടില്ല. നല്ല നോക്കും. അതാ പൂച്ചക്കാണ്. ആ പൂച്ചകൾക്കുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളും അതുപോലെ നായ്ക്കൾക്ക് അനവധി ആൾക്കാർ ഈ ഏരിയയിൽ ഇവിടെ ആൾക്കാർ എല്ലാ സ്ഥലത്തുണ്ട്. അങ്ങനെ ഓരോ ജീവികളെ നമ്മളൊന്നും പറ്റുങ്ങളെ കല്ലുകൊണ്ട് ഏറിയ കാലും കയ്യൊന്നും മുറിയാക്കരുത്. അവറ്റങ്ങളെ വേദന ആക്കണ്ട. അതേപോലെ വേദനയൊക്കെ വെച്ചാൽ അവരോട് കൊന്നാളിങ്ങൾ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞാണ്, അല്ലെങ്കിൽ അവരെ നല്ലപോലെ നോക്കി കൊണ്ടുനടക്കുക. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ പറഞ്ഞത് ശരിയല്ല.
അപ്പോൾ ഓരോരുത്തർ നല്ല കോടീശ്വരന്മാരാണ്, കോടികൾ ആസ്തിയുള്ള ആൾക്കാരാണ് ഈ ആദ്യം മിണ്ടാപ്രാണികളെ ഭയങ്കര സംരക്ഷിക്കുന്നത്. അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും ഇത് ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റി ഓഫീസറാണ്. ഇനി എന്നെ കണ്ട് ഇനിയിട്ട് സംസാരിക്കും. ഞാൻ ഇനി വെക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ എടുക്കാം. ഓല സാർ കൈസേ അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ ചലോ അഭി ജാഥ ബാത് नहीं कर रहे. ഞങ്ങളിവിടെ പണി തുടങ്ങിയാണ്. സംസുക്ക് അവിടെ ഓല വെട്ടിക്കൊണ്ടിരിക്കുക, അവിടെ ഓല ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഓഫീസറാണ്. ഇൻഷാല്ലാ. അപ്പോൾ ഇനി ഇവിടെ ഓരോ മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ അതിൻ്റെ ഒക്കെ പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടാവും. അത് നിങ്ങൾ വേണ്ടാത്തത് ഓരോന്ന് കമൻറ്റ് ചെയ്തിട്ട് വേണ്ടാത്തൊന്നും ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കണ്ടാവും നിങ്ങൾ ചിന്തിക്കണതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം എന്ന്. അതൊക്കെ വള്ളത്തിൽ വളിയിട്ട പോലെയാണ് നമ്മൾ ചിന്തിക്കണത്. കാരണം അവർ ചിന്തിക്കണോ നമ്മളെ മനസ്സിലില്ല, നമ്മൾ ചിന്തിക്കണം അവരെ മനസ്സിലും ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഈ വേണ്ടാത്ത കമൻറ്റൊക്കെ എഴുതണത്? എന്താ ഇത് ചെയ്യുക? ഇവിടെ കാണേ വണ്ടി ലോഡാണ്. ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ തെങ്ങൊക്കെ ഇങ്ങനെ കയറി വന്നപ്പോൾ തന്നെ ടയർ പഞ്ചറായിക്കണം. ഇവിടെ കാണേ ഇതാണ് ഞങ്ങളെ അവസ്ഥ. ഞങ്ങൾ രാവിലെ ഒരു ബിസ്ക്കറ്റും ചായയും കുടിച്ച് വരും. എന്നിട്ട് എവിടെയെങ്കിലും ആണി എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതാണ് ഞാൻ ഇളനീര് മൊത്തം ഇറക്കണം. എന്നിട്ട് ഇനി ഞങ്ങൾ ഇത് ജാക്കി പൊന്തിക്കണം. കുറച്ചനെ എങ്ങനെയാണ് ഓരോ മനുഷ്യന്മാർ ഇന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ട്. രാവിലെ വെറും വയറ്റിലൊക്കെ അല്ലേ സംസുക നമ്മളെപ്പോലെ കുറേ ആൾക്കാർ ലോറിയിട്ട് പോകുമ്പോൾ അവരുടെ എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ അവരെ പിടിച്ച് അടിക്കുക. അതൊക്കെ വളരെ ശരിയല്ല കേട്ടോ. അങ്ങനെ ആൾക്കാരെ വേദനാക്കിക്കരുത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലോഡ് വണ്ടിയാണിത്. ഇനി എന്താ ചെയ്യുക? അത് മൊത്തം കാര്യമാക്കേണ്ടി വരും. ഇന്ന് കബീർ പോവുകയാണ്. കബീറിൻ്റെ അനിയാൻ പോണില്ല. ഓൻ്റെ ലൈസൻസിൻ്റെ പേപ്പർ ഇപ്പോൾ ആകെ കുടുങ്ങിയ. ഞാൻ ഇപ്പോൾ അവർ പോണതിന് മുന്നേ അവിടെ എത്താന്നൊക്കെ വിചാരിച്ച് അത് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഇത് ഗിരികാവ് ചോപ്പാട്ടിയാട്ടാ. അതിൻ്റെയൊക്കെ ഞാൻ ഈ ഗണപതിനെ കൊണ്ടുപോകാൻ പോണ സമയത്ത് ഞാൻ നിങ്ങൾക്ക് സാധാ അതിൻ്റെയൊക്കെ വീഡിയോസ് വലിയ ഗണപതി ചെറിയ ഗണപതിയൊക്കെ പോണ സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് വിട്ട് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. എന്നിട്ട് ഞാൻ ബോംബെ എന്നൊക്കെ എഴുതും. അപ്പോൾ മനസ്സിലാക്കിയാൽ മതി ബോംബെയിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് ഓനാ വിടണമെന്നുള്ളത്. ഗിരികാവ് ചോപ്പാട്ടി അല്ലേ സംശയ ഗിരികാവ് ചോപ്പാട്ടി അല്ലേ? ഇനി വരി ഇത് കെട്ടേക്കുക. നോക്കാൻ തെങ്ങ് കയറി വന്ന് വണ്ടി ഫുള്ള ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇറക്കണം. ഇതാണ് നമ്മളെ അവസ്ഥ പൊന്നാറ മക്കളെ. ഈ സ്ഥലം അതെന്താ പറയുക, ഇവിടെ 9 മണിയാകുമ്പോഴത്തേന് വേഗം പോകണം. ഇതൊക്കെയാണ് പോലീസുകാരൊക്കെ കാറിന് മൊത്തം ഇവിടൊക്കെ നോ പാർക്കിങ്ങാ. ഇങ്ങനെയൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഇവിടൊക്കെ ബ്ലോക്കാക്കി വെക്കും. കണ്ടില്ലേ ലോക്ക് ഇട്ടുകൊണ്ടൊക്കെയാണ് ടയറിന്. ഇതൊക്കെ തന്നെയാണ് ബോംബെയിലെ അവസ്ഥ. വണ്ടി എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ 5000 രൂപ 10,000 രൂപയ്ക്കാണ് ഫൈന്. ആ ഓരോ ബോർഡിൻ്റെ മുകളിൽ ഇതുണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് 10,000 രൂപ ഫൈന്. ഇൻഷാല്ലാ. ഇത് 24/7/2025. ടയർ പട്ടായിക്കുക ഇതാ ടയർ പടുക്കുക. എന്തായാലും ശകരം കാറ്റുണ്ടായിരുന്നു. ആ കാറ്റ് കൊടുക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുന്ന് ഒരു 4 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ കൊടുന്ന് അർച്ചൻ്റെ വേണ്ടി കൊണ്ട് ഇളനീ കെട്ടേക്കേണ്ട ആവശ്യം വന്നില്ല. ഉഷ്മായിക്കതേക്കോ ഉഷ്മ വ്യാവായിക്കതേക്കോ. എന്തായാലും ഇതിപ്പോൾ ഇവിടെ എത്തി ഞങ്ങൾ എവിടെ ദോട്ടാക്കിയാണ് സ്ഥലത്താട്ടാ. അപ്പോൾ ശകരം കാറ്റുണ്ട്. ആ കാറ്റുമ്പോൾ കൂടെ ഇവിടെ കൊടുത്തിട്ട് 4 കിലോമീറ്റർ ഓടില്ല വണ്ടി. 4 കിലോമീറ്റർ ഓടി. അപ്പോൾ പറച്ചോൻ്റെ കാവലുണ്ടായി. അള്ളാൻ്റെ കാവലുണ്ടായി. അതേപോലെ തന്നെ അവിടെ വെച്ച് കണ്ട അള്ള കൈ വിടൂല. ഇൻഷാല്ലാ. ഇനി ഞാൻ ഇവിടെ കൊണ്ട് വെക്കട്ടോ. ഓക്കെ ഞങ്ങളെ പണി തീർന്ന് കബീർ ഭായി പോയാണോ? യാസറും കബീറും കൊടുന്ന പഴാണിത്. സംസുക്ക നിങ്ങളെ നീ കഴിക്കടാ. ഇത് പിടിക്കാൻ നമുക്ക് അത് ഇത് വർത്തണം പറയാം. ഇത് നമ്മളെ യാസറും ചാണ് ഒരു ഗ്ലാസ്സോളൊന്നും ഒന്നുകൂടി വേണം. യാസറും കബീറും കൊടുന്നതാ. യാസറിന്റെ ആരുമല്ല, കബീറിന്റെ ആരല്ല. പറയാൻ വയ്യ തൊണ്ട വേദനിച്ചിട്ട്. യാസറും കബീറും ഇന്റെ ആരുമല്ല, ആദനബിയുടെ മക്കളാ ഞങ്ങളെല്ലാരും. അതന്നെയാണ് സംഭവം. ₹60 received on PhonePe. സത്യം പറയുന്നോടത്ത് പൈസ ചാടും. അപ്പൊ ഇവിടുന്ന് കണ്ടുമുട്ടിയിട്ടുള്ള പരിചയമുള്ളൂ. യാസറിനാണ് 5 അഞ്ചനാണ്. കബീർ മൂത്തോനാ.
അപ്പോൾ ഓനെ ഇവിടെ ആദ്യമായിട്ട് അന്ന് ഓനെനിക്ക് ഒരുപാട് കൊല്ലം മുന്നേ ചെറുപ്പത്തിൽ വന്നതാ. ഞാൻ അങ്ങനെ കണ്ടുമുട്ടിയ ഓ ഇത്ര പോകുന്ന കുട്ടിയായിരുന്നു യാസർ. ഒപ്പം വലുതായതാണ്. നല്ല മനുഷ്യന്മാരാ, ശുദ്ധണ്, കറിയില്ല പകല്ല, ഒരാളെ ഉറുപ്പ്യ വാങ്ങി തിന്നൂല. അങ്ങനെയുള്ള മനുഷ്യന്മാർ ഭൂമിയിൽ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ആ മക്കളൊക്കെ ഇന്നെന്താ വിളിക്കണമെന്നറിയോ? മൂത്താപ്പാന്ന് നോക്കണം. ആദനബിയുടെ മക്കളാട്ടാ, സ്വന്തം രക്തത്തിൽ പറഞ്ഞവരാണ് മൂത്താപ്പ എന്ന് വിളിക്കുള്ളൂ. അപ്പം മനുഷ്യന്മാരെ പറ്റി മനസ്സിലാക്കിയവര് ഹൃദയത്തിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞുണ്ടല്ലോ, അവൻ വളരെ കൂടപ്പറപ്പിനെ പോലെ കാണും. ആ കൂടപ്പറപ്പിനെ പോലെ കണ്ടതിന്റെ പേരിലാണ് ആ കുട്ടിയോട് മൂത്താപ്പ എന്ന് പറഞ്ഞു വിളിക്കണേ. അവർ കൊടുത്തു തന്ന പഴമാണ്. മാങ്ങാട്ടൂർ തങ്ങൾ പാപ്പാക്ക് മൂപ്പരായി ഒന്നും കഴിക്കൂല. മൂപ്പരാര് നേന്ത്രപ്പഴം മാത്രം കഴിക്കുക. ഞാനും അതിൻ്റെ ആളാ. എനിക്ക് നേന്ത്രപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങാട്ടൂർ തങ്ങൾ പാപ്പാന്റെ ചരിത്രം അറിഞ്ഞിട്ടില്ലല്ലോ. ഇൻഷാല്ലാ ഞാൻ എൻ്റെ അമ്മ അയാത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ അമ്മാന്റെ മുന്നിൽ വെച്ച് പറയാം. പൊന്നാറ മക്കളെ സമനില തെറ്റി പറയാണ്. മാങ്ങാട്ടൂർ തങ്ങൾ പാപ്പ ആരാന്നുള്ളത് അങ്ങനെ കുറെ ആൾക്കാർ അള്ളാനെ കണ്ടുമുട്ടിയിട്ട് ലോകത്തോട് വിട പറഞ്ഞ ആൾക്കാരുണ്ട്. നമ്മളാരും കണ്ടിട്ടില്ല, നമ്മൾ കാണൂല. നമ്മൾ മരിച്ച ലക്ഷം കാണാൻ ആഗ്രഹിച്ച് നടക്കുക. അത് ചെല്ല്, അവിടെ സ്വർഗത്തിലെ തക്കാളിയും പച്ചമുളകും ആപ്പിളും മുന്തിരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലെ ഈ ഭൂമിയിൽ പടച്ചോൻ തന്നതാ, നമ്മൾ ഉണ്ടാക്കിയതല്ല. അള്ളാഹു ഒരു തയ്യിൽ നിന്നിട്ട് ഉണ്ടാക്കി തരുന്നതാണ് ആപ്പിള് മുന്തിരി കണ്ണി കണ്ട പല വൃക്ഷത്തിന്റെ മുകളിൽ. എന്നിട്ട് ഇനിയിപ്പോ സ്വർഗത്തിലെ ആപ്പിളിന് വേണ്ടി കാത്തുക്കുന്ന ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. അത് കിട്ടും സ്വർഗത്തിലെ. അവിടെ ചെന്നാൽ മതി, പടച്ചോണ്ട് വരാതെ. നിങ്ങൾ മാനുവിനെ കണ്ടിട്ട് ചോദിക്കല്ല. ആ മാനുവിനെ കണ്ടിരുന്നേ, എന്താ അവന്റെ വീരോ? അപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ചെക്കൻ ഇന്റർനെറ്റിൽ കൂടെ അല്ലാ എന്തൊക്കെയാണ് പറഞ്ഞ നിങ്ങൾ കേട്ടാ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ആ ചെക്കനക്ക് ഭ്രാന്താ, അതും പറയുന്നുണ്ട്. ഓന്റെ പിന്നാലെ ഞങ്ങൾ നടക്കുക. ഞങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ട് നേരായിട്ടില്ല, പള്ളിയിലച്ഛനും പറഞ്ഞിട്ട് നേരായിട്ടില്ല, അമ്പലത്തിലെ നല്ല നല്ല സ്വാമിമാര് പറഞ്ഞിട്ട് നേരായിട്ടില്ല. അപ്പൊ ആ ചെക്കനും പറഞ്ഞിട്ട് നേരായിട്ടില്ല. അതൊക്കെ പോട്ടെ, അള്ളാന്റെ നിങ്ങൾ സംസാരിക്കാണ്. നിങ്ങളെ ആ സ്വർഗത്തിലെ ആപ്പിളും മുന്തിരൊക്കെ ഉണ്ടെങ്കിൽ തന്നാള്, ഞാൻ തൂരിച്ച് ചന്തിയാക്കിട്ട് വരാറാള് അള്ളഹാനോട്. എന്നിട്ട് നിങ്ങൾക്ക് ആപ്പിളും മുന്തിരി അടച്ചിട്ടുണ്ടാവും. സംസുക ഇങ്ങോട്ട് പോരി. ഞാൻ ഒന്ന് പറയട്ടെ. അസ്സലാമു അലൈക്കും, എല്ലാവരോടും നമസ്കാരം, നന്ദി. എൻ്റെ ഈ സംസുഖതാ, ഈ സംസുഖയുടെ നിങ്ങളെ മോന്റെ പേരെന്താണ്? മുഹമ്മദ് റയീസ്. പിന്നെ ഒരു മോളും രണ്ട് മക്കളല്ലേ? ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. ഈ വീഡിയോയുടെ കൂടെ സംസുഖാന്റെ മോന്റെ വീഡിയോ ഇതിൽ കൂടെ വെക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാ, ഞങ്ങളൊക്കെ ചേർത്ത് പിടിച്ച ആൾക്കാരാ നിങ്ങൾ. ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കാനും നമ്മളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റി തരാനും നമുക്ക് ദുആ ചെയ്യാം. നിങ്ങളൊക്കെ ഞങ്ങൾക്കും ദുആ ചെയ്യണം, ഞങ്ങൾ നിങ്ങൾക്കും ദുആ ചെയ്യുന്നുണ്ട്. ഞാൻ പലതും പറയും, ഇക്ക് ദുആ ചെയ്യേണ്ടെന്ന്. അത് ചെന്നപ്പോൾ ഭ്രാന്ത് അത് സമനില തെറ്റുമ്പൊക്കെ പറയും. അത് കഴിഞ്ഞാൽ ആ വീഡിയോ കട്ടാക്കിയോട് കൂടി അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പം ഞാൻ പോട്ടെ, ഞാൻ പറയാനുള്ളതെന്നോ, സംസുഖയുടെ മോനിന്ന് ഗൾഫിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ദുബായിക്കാണ് പോണത്. എത്ര മണിക്കാണ്? 10:45 രാത്രി. കൊച്ചിന്നാണ് പോണത്. 10:45 ദുബായിൽ വന്ന് അല്ലേ? അപ്പൊ മോൻ എത്ര വരെ പഠിച്ചേ? മോൻ MBA SCCA ഇപ്പൊ എന്ത് ജോലിക്ക് വേണ്ടിട്ടാണ് ഈ പോണത്? അവന് ഏതെങ്കിലും കമ്പനിയിൽ കയറാനുള്ള ഇതിന്റെ കടൽക്കാറ്റ് വീശുമ്പോ ഈ വീഡിയോയിൽ കൂടെ ഹോ എന്നുള്ള സൗണ്ട് വരും. അവന് 3-4 കമ്പനിയിലൊക്കെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, അതിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോണേണ്. ഇൻഷാല്ലാ നിങ്ങളൊക്കെ ഒന്ന് ഈ പാവത്തിന്റെ മകനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ദുആ ചെയ്യണം. നിങ്ങളൊക്കെ നല്ല നല്ല മനുഷ്യന്മാരാണ്. നിങ്ങളൊക്കെ ദുആക്ക് അള്ളാഹു കബൂലാക്കും. ഈ പറഞ്ഞ ഞാനും ദുആ ചെയ്താലും കബൂലാക്കും. നമ്മൾ ആര് ദുആ ചെയ്താലും നമ്മളെ മനസ്സ് നന്നാക്കി ഹൃദയം നന്നാക്കി വെച്ചിട്ട് റബ്ബുമായി കണ്ടുമുട്ടാനുള്ള ദുആ ചെയ്തോക്കാണ്. ആ ദുആക്ക് എല്ലാ മനുഷ്യരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണവനും ചർച്ചിൽ പ്രാർത്ഥിക്കണവനും പള്ളിക്ക് പ്രാർത്ഥിക്കണവനും ദുആ ചെയ്യണം, നിസ്കരിക്കണവനും ഒക്കെ ദുആ അള്ളാഹു കബൂലാക്കും. അപ്പം ഈ മനുഷ്യ ഈ പാവത്തിൻ്റെ മോനെ ഗൾഫിലേക്ക് യാത്ര പോകേണ്ട ആ മോനെ ആഗ്രഹിച്ച എല്ലാ സ്വപ്നങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണം. നിങ്ങൾ ഒരു ദുആ മതി, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ദുആ മതി ആ പൊന്നു മോനിക്ക് സ്വർഗം കാണിക്കാൻ. ആ പൊന്നു മോനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഈ പാവം ഒരു തെറ്റും ചെയ്തിട്ടില്ല.
ഇതിൻ്റെ മോളൊരു തെറ്റ് ചെയ്തില്ല, ഒക്കെ നല്ല വഴി കൂടെ തിരഞ്ഞെടുക്കുകയാണ്. അതേമാതിരിയാണ് നമ്മളെ മക്കളും നമ്മളൊക്കെ പോകുന്നത്. അപ്പോൾ ആ വഴി തിരഞ്ഞു നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പം ഞാൻ ഇനി കൂടുതൽ നീട്ടി പോകണില്ല, നിങ്ങളൊക്കെ ഒന്ന് ദുആ ചെയ്യണം. ആ പൊന്നുമോനിക്ക് ഞാൻ പൊന്നുമോൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ എഡിറ്റിങ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ദുബായിൽ നിന്ന് കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ഓനക്ക് സലാം പറഞ്ഞ് ഒന്ന് സലാം പറഞ്ഞാൽ മതി. ഓനൊന്ന് കണ്ട് സംസാരിച്ചാൽ മതി. വളരെ പ്രയാസപ്പെട്ട ആളാണ്, ഞാൻ പറയും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോണ്ട് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഈ മനുഷ്യന് ഞാൻ പറയട്ടെ, ഈ മനുഷ്യന് അത്യാവശ്യം നല്ല കഴിവുള്ള ആളാണ്. അള്ളാഹു നല്ല റഹ്മത്ത് കൊടുത്തിരുന്നേ. 2 വണ്ടി 3 വണ്ടി ബക്കർക്കാട് ഇളന്നീന്, ചന്ദ്രേട്ടൻ്റെ ഇളന്നീന്, പുറത്തുനിന്ന് ഇളന്നീന്, കമാല് അനിയന് കമാലും ഈ സംശുബിന് ഏട്ടൻ അഞ്ചനെ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയത്. അള്ളാഹ് നല്ല റഹ്മത്തും കൊടുത്ത് നല്ല വീടും വെച്ച് നമ്മളൊക്കെ വീടുണ്ടാക്കിയ പോലെ നല്ല. ഇപ്പോൾ മൂപ്പരാക്ക് 1 കോടി ഉൾപ്പെടെ വീടില്ലേ, ഇല്ല വീട് സ്ഥലം കൂടി അത് കൂടാതെ ഒരു 10 സെന്റ് സ്ഥലം വേറെ ഉണ്ട്, 10-20 സെന്റ് സ്ഥലം വേറെ ഉണ്ട്. നല്ല ആലുവയിലാണ്, നല്ല ഏരിയയാണ്, നല്ല വില കിട്ടുന്ന ഭൂമിയൊക്കെ തന്നെയാണ്. അപ്പോൾ മൂപ്പരാൻ ഇപ്പോൾ കുറേ പ്രയാസത്തിലാണ്. കാരണം എന്താ വെച്ചാൽ കൊറോണ വന്നപ്പോൾ സംസുഖം മാത്രമല്ല അനവധി ആൾക്കാരെ റബ്ബ് പിടിച്ചടി കെട്ടി. അപ്പോൾ ആ ചോരത്തുളുമ്പലൊക്കെയാണ് മാറി അല്ലേ? ആ ചിരി കണ്ടതിനാര്യ ആ പൈസ കിട്ടുമ്പോഴേ പടച്ചോനെന്നുള്ള ഓർമ്മനുണ്ടാവില്ല. അത് എല്ലാവർക്കും ഉണ്ട്. അലിക്കാക്കുണ്ടായിരുന്നു, എല്ലാവരും പേരും പറയും. അലിക്കാക്കും ഈ നിൽക്കുന്നതും ഈ പറഞ്ഞ ദജ്ജാലായ ഞാൻ ഇരിക്കും. പൈസ വരുമ്പോണ്ടല്ലോ നമ്മൾ അള്ളാഹിനെ കണ്ടുമുട്ടാനുള്ള നേരമില്ല. അവിടെ പിടിച്ചാണ് കെട്ടുമ്പോണ്ടല്ലോ പിന്നെ നമ്മൾ റബ്ബുമായിട്ടൊന്നും എടുക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ ഒരു സമയം എന്നല്ല എല്ലാവർക്കും വന്നു പോയിട്ടുണ്ട്. അള്ളാഹു ചിരിക്കണ കാണി കരയാനാണ് ചിരിക്കുക. അങ്ങനെയൊക്കെ ഒരു എല്ലാവർക്കും വന്നു പോയിട്ടുണ്ട്. എന്നാലും ഈ പടച്ചോനെ വീണ്ടും നമ്മളെ എല്ലാവരും പഴയ രൂപത്തിൽ കൂടെ കൊണ്ടുവരുന്നുണ്ട്. ചിലർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ചിലർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ഒരാളെ ₹1 വാങ്ങി തിന്ന് പറ്റിക്കുക അതൊന്നും ഈ പാവത്തിനില്ല. നല്ല പൈസ കൊണ്ട് അമ്മാനാടിയുന്ന ആളാണ്. ഇപ്പം ഇളനീ വണ്ടി ആഴ്ചയിൽ 1 വണ്ടി വരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അതിനകത്ത് 2 വണ്ടി വരുന്നുണ്ടല്ല. ആഴ്ചയിൽ ഇപ്പോൾ 2 വണ്ടി വരുന്നുണ്ട്. ഒരു വണ്ടി ചരക്ക് മുറിച്ചാൽ എത്ര 10,000 രൂപ. അപ്പോൾ 10 ഉറുപ്പോളം കിട്ടും, 10,000 ഉറുപ്പോളം കിട്ടും. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ മൂപ്പരൊക്കെ റൂമിൻ്റെ വാടക ഇവിടെയൊക്കെ റൂം എടുക്കുന്നതിൻ്റെ കാരണം എന്താ അറിയോ? ആ മോള് വക്കീലാണ്, വക്കീലിൻ്റെ ഭാഗമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ഇപ്പോൾ സംസുഖയുടെ എത്തിയും കുട്ടിയും കൂടി ഇവിടെ പഠിക്കില്ല. സംസുഖ പെണ്ണുങ്ങൾക്കും മോൾക്കും സ്വർഗം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. അപ്പോൾ ആ കുട്ടി ഒരു നല്ലൊരു ജോലിയായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല. നമ്മളെ മക്കൾക്ക് ഒരു സ്വർഗം കണ്ടിട്ട് നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ മക്കൾക്ക് വേണ്ടി ലക്ഷങ്ങളോളം ചിലവാക്കിയിട്ട് പഠിപ്പിച്ച ഒരു മനുഷ്യനാണ്. പക്ഷെ ഒരുപാട് ആ കൊറോണ വന്നതിന് ശേഷം ഒരുപാട് കടത്തി കൂടെ അതായി. ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്താൽ കേട്ടോ. പക്ഷെ മക്കൾ നല്ല പൊന്നു പോലെ വാപ്പാനും മണി നോക്കും ചെയ്യും. അള്ളാഹു അതിന് തോപ്പിക്ക് നൽകട്ടെ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ മക്കൾ നല്ല മക്കളാണ്. അതുപോലെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട സംസുഖ. അതുപോലെ ജനങ്ങളെ ദുആ കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളോട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂപ്പര മോൻ ഇന്ന് ദുബായിക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ ഒരു തെങ്ങ് കയറിയിട്ടുള്ളൂ. ഇത് കയറി ഇറങ്ങുമ്പോഴാണ് കൃമി കടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇങ്ങടൊക്കെ ആ കാല് വേദനിച്ചിട്ടും കൈ വേദനിച്ചിട്ടാകുമ്പോൾ പിന്നെ അങ്ങനെ പടച്ചോനുമായിട്ട് ഇങ്ങനെ കണ്ടുമുട്ടുക. അള്ളാഹിനെ കാണുന്നുണ്ടെങ്കിൽ തെങ്ങുമ്പോൾ കയറിയാൽ മതി. ഞാൻ തമാശല്ല, റബ്ബുമായി കാണും. അപ്പോൾ നിങ്ങളിങ്ങനെ ദുആ ചെയ്യും. എങ്ങനെ ഉസ്താദിൻ്റെ ദുആയെക്കാട്ടും ഉത്തരം നമുക്ക് കിട്ടും. നിങ്ങൾ നിസ്കരിക്കുക, എന്നിട്ട് 2 കൈ ഉയർത്തി ദുആ ചെയ്യുക, അമ്പലത്തിൽ പ്രാർത്ഥിക്കുക. ദൈവമായി ഹിന്ദുക്കളൊക്കെ പ്രാർത്ഥിക്കണ എങ്ങനെ അറിയോ? കണ്ണടച്ചിട്ടേ ഏകനായ ദൈവത്തിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളോ അതുപോലെ 2 കൈ ഉയർത്തിട്ട് ഏകനായ ദൈവത്തിന് എല്ലാവരും ഒരു ദൈവമുള്ളൂ. അതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങളാണ് പഠിച്ചത്. നിങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരും. അപ്പം നമ്മൾ എല്ലാവരും നല്ലപോലെ ചേർത്ത് പിടിക്കുക. ഇൻഷാ അല്ലാഹ് നല്ല മരണം എല്ലാവർക്കും കിട്ടട്ടെ. എന്നിട്ട് നാളെ പടച്ചോൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നാൽ ഈ കണ്ണുകൊണ്ട് കണ്ട അനവധി പേരുണ്ടല്ലോ, അവിടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ. നമ്മളെ കുടുംബങ്ങളും ബന്ധുമിത്രാദികളും കണ്ടുമുട്ടിയതും എല്ലാവരും അള്ളാഹു നമുക്ക് അവിടെ സ്വർഗം കാണിച്ചു തരട്ടെ. ഇൻഷാ അല്ലാഹ് പിന്നെ ആ പാവത്തിൻ്റെ മോന്ന് പോവാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യും. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഓന് ആ പൊന്നു മോൻ വിചാരിച്ച എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്ത് വേണ്ടാത്ത എഴുതണ്ട. കാരണം മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. തെങ്ങുമ്മ കയറുകയാണ്. എപ്പോഴാണോ എൻ്റെ റൂഹിനെ കടന്നു പിടിക്കുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇൻഷാ അല്ലാഹ് അത് ബോബെ ഇപ്പം ഈ തെങ്ങുമ്മ കയറാൻ പോവാണ്. നയിച്ചുണ്ടാക്കുക തന്നെ നമുക്ക് നല്ല പൈസ കിട്ടിയാൽ മതി. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സ്വപ്നം അതാണ്. അള്ളാഹു നിറവേറ്റി തരാം. ഞാൻ പറയാൻ നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം സമയം നല്ല തെറ്റി. ഇതാ പറഞ്ഞത്. എൻ്റെ ഹൃദയത്തേക്ക് ആരാ കിടക്കണമെന്ന് ആരാ വരണമെന്ന് പോലും ആരാ കിടക്കണമെന്ന് പോലും എനിക്ക് അറിയില്ല. കാരണം എൻ്റെ അപ്പ മൊയിലേരടുത്ത് പോയി. അപ്പോൾ മൊയിലേർ എന്താ പറഞ്ഞാലോ,
ഓൻ്റെ ശരീരത്തിക്ക് എന്തോ നല്ലൊരു സംഭവം കടന്നു പോകുന്നുണ്ട്. പണിക്കരടുത്ത് പോയി, പാറപ്പുറം പണിക്കർ കുട്ടിയുണ്ട്, പോയി അന്വേഷിച്ച് നോക്കി മറവഞ്ചേരിക്കാരോട്. പണിക്കരടുത്ത് പോയപ്പോൾ പണിക്കർ കൗടി നടത്തിയിട്ട് പറഞ്ഞേ നിങ്ങളെ പൊന്നു മോൻ്റെ ശരീരത്തിക്ക് വേറെ എന്തോ നല്ലൊരു സംഭവം കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാതെ നിങ്ങളെ കുട്ടിക്കൊന്നും സംഭവിക്കില്ല. കുട്ടി പ്രാന്തായിട്ട് റോട്ടുമ്പോൾ കൂടെ അലഞ്ഞിരിഞ്ഞ് നടന്നാലും ഓൻ്റെ ദേഹത്തേക്ക് ഒന്നും സംഭവിക്കില്ല. അവിടെ നിങ്ങളൊന്നും പേടിക്കേണ്ട. അതുകൊണ്ട് എൻ്റെ ഉമ്മ എൻ്റെ ഒപ്പ അവിടെ ഇരുന്ന് കരയുക, എൻ്റെ ഭാര്യ കരയുക, എൻ്റെ കുട്ടികൾ കരയുക. കാരണം വാപ്പ സമനില തെറ്റിയ പ്രാന്തായി നടക്കുമ്പോൾ അപ്പോൾ ഉസ്താദന്മാരും പറഞ്ഞ് മൊയിലേരടുത്ത് പോയി തങ്ങളെടുത്തും പോയി. ആ തങ്ങളും പറഞ്ഞ കുട്ടിയുടെ ഹൃദയത്തേക്ക് എന്തോ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അയച്ചിട്ട് നിങ്ങൾ എന്നെ കാണാൻ വരണ്ട കേട്ടാ, പടച്ച റബ്ബാണ് സത്യം. നിങ്ങൾ ഇൻ്റർനെറ്റിൽ കൂടെ എന്നെ കണ്ടിട്ടുള്ളൂ, ഇൻ്റർനെറ്റിൽ കൂടെ കാണുക, അല്ലാതെ മാനുവിനെ കാണാനായിട്ട് ഞാൻ മൊയിലേരോ തങ്ങളോ ഔലിയൊന്നല്ല. നിങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളാണ്. ഇതാ പറയുക, ഇങ്ങനെ പടച്ചോനെ വിളിക്കുമ്പോൾ റബ്ബ് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കും. അസ്സലാമു അലൈക്കും. നിങ്ങൾ ഇനി കമൻറ്റ് ചെയ്തിക്കോളി. നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് കേട്ടോ, പടച്ചോനെ ആരെങ്കിലും നിങ്ങൾക്ക് കുറച്ചുള്ള ചായ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മധുരം കുടിപ്പിച്ചാൽ മറ്റുള്ളവനോട് പലതും പറഞ്ഞിട്ട് ഓനെപ്പറ്റി കുഞ്ചും കിബറൊന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. അത് ചെയ്യരുത് കേട്ടോ. ആ ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആളെ ഹൃദയം വേദനിക്കും. അയാൾ ഹൃദയം വേദനിച്ചാണ്ടല്ലോ നിങ്ങൾ നശിക്കുക ചെയ്യുക. മറ്റുള്ളവരൊക്കെ ഓരോരുത്തരെ നമ്മൾ ചായ നമ്മൾ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അവർ നമുക്ക് വാങ്ങി തരുക. എന്നിട്ട് ഞാൻ ഒരാൾ ഇന്നെ കുടിപ്പിച്ച് എന്നിട്ട് ഞാൻ അയാളെ കുറ്റം പോയി പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ആൾക്കാർക്ക് ഏപ്പേരുണ്ടാവും, എന്തെങ്കിലും ഒരു ഏപ്പേരുണ്ടാവും. ആ ഏപ്പേരൊന്നും വിളിക്കാൻ പാടില്ല കേട്ടാ. പിന്നെ വാപ്പാക്ക് ഒരു ഏപ്പേരുണ്ട്, എൻ്റെ ചായ കുടിച്ചിട്ട് മറ്റവനോട് പോയിട്ട് ഇവിടെ ബോംബെയിൽ ഒരാളുടെ പേരാ, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞിട്ട് ഇനിയും പ്രാന്ത് നല്ല കയറുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞ ഞാൻ യൂട്യൂബിലെല്ലാം പറയും. അതൊന്നും ₹70 received on PhonePe. അതൊക്കെ നല്ല പൈസ ആണ്. ഇതേമാതിരി ചോര നീരായിട്ട് അധ്വാനിക്കുന്ന പൈസ അല്ല. നിങ്ങൾ ആരുടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ന ഇൻ്റർനെറ്റിൽ കൂടെ കണ്ടതാണ്, നിങ്ങൾ ആരും എൻ്റെ അടുത്തേക്ക് വരരുത്. നിങ്ങൾക്ക് ഇന്ന ഇഷ്ടം മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോരി. അത് ഞങ്ങൾക്ക് അറിയാം ആരൊക്കെ വരണം എന്നുള്ളത്. അല്ല അപ്പം നിങ്ങൾ ചേർക്കണ്ടപ്പോൾ ഞാൻ മരിച്ചാൽ ഞാനൊന്നും അറിയണ്ടാവില്ല, അത് നിങ്ങൾക്ക് തോന്നുകയാണ്. എന്താ പറഞ്ഞതൊന്നും ഓർമ്മ കിട്ടണില്ല. അപ്പോൾ ഒരാൾ ഇപ്പം ഞാൻ പറയാം, സംസുഖാൻ്റെ വീട്ടിൽ പെരുന്നാളിന് സംസുഖ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് സംസുഖാൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറത്തുള്ളവരോടൊക്കെ കുറ്റം പറയുക. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ എന്നിട്ട് പല്ലിൻ്റെ അകത്ത് പോയി ഇങ്ങനെ നിസ്കരിക്കണം കാണാം. അല്ലാഹു അക്ബർ, സ്വർഗം കൂടെ നരകത്തിൽ കൊണ്ടുപോയിട്ടല്ലേ ഞാൻ എല്ലാവരും കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. അല്ലാത്തൊരു മനുഷ്യൻ. എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ചുരിദാർ എടുത്തിരുന്നേ. അങ്ങനെ ആ സംസുഖാൻ്റെ ആ വൈക്ക് കൂടെ വരുമ്പോൾ ഇത് കണ്ടമാനം തൂക്കി പിടിച്ച് വരാൻ പറ്റണ്ടായില്ല. അപ്പം ഞാൻ ആ സംസുഖ അവിടെ ഉണ്ടായില്ല. അപ്പം ഞാൻ സംസുഖാൻ്റെ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവിടെ വേറെ ഒരു റൂമുണ്ടായിരുന്നു, അവിടെ ഞാൻ വെച്ചിട്ട് സംസുഖാണ്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെ സംസുഖാണ്ടന്മാർ നിങ്ങൾ രാവിലെ വരുമ്പോൾ നിങ്ങളായിട്ട് വരും. അപ്പോൾ ഏതായാലും ഞാൻ വണ്ടിയിട്ട് കടയിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ കടയിൽ കൊണ്ട് വെച്ചുകൊണ്ട് കയറി അങ്ങനെ തെങ്ങ് കയറിക്കൊണ്ടിരിക്കുക. അതിന് സംസുഖം അങ്ങോട്ട് കാണി. നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണ്ടല്ലോ, എങ്ങനത്തെ സ്നേഹം എന്നുള്ളതൊക്കെ അറിയില്ല കേട്ടോ. ഭാര്യമാരെ സ്നേഹിക്കുമ്പോൾ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ ചുരിദാറും കണ്ണി കണ്ടൊക്കെ ചോദിച്ചാൽ അതുപോലെ ഭാര്യനോടും പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് വളരെ പ്രയാസത്തിലാച്ചാൽ ആ ഭർത്താവിനെ വേദനിപ്പിക്കരുത്. അല്ല അത്യാവശ്യം കഴിവുള്ളതാച്ചാൽ അത്യാവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചോളി. ഇപ്പം എൻ്റെ പെണ്ണുങ്ങൾ ഞാൻ പറഞ്ഞ 75 പവൻ്റെ പണ്ടം വന്നിട്ട് 100 പവൻ്റെ പണ്ടം അതിനൊക്കെ ഞാൻ വിറ്റ് തീർത്തതാണ്. അങ്ങനെ അപ്പം ഇങ്ങോട്ടൊക്കെയാണ് ഞാൻ 1-ാം തീയതി പോവുകയാണ്. എൻ്റെ കുട്ടി ഗൾഫിലേക്ക് പോവുകയാണ്. ഞാൻ 30-ാം തീയതി ഇപ്പുറത്ത് കയറും. അപ്പം എൻ്റെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ചുരിദാറാണ്. ഇത് ഓൾക്കളാം. മഴ വരുന്നുണ്ട്. ഞാൻ ഇത് വേഗം വെക്കട്ടെ. ഇത് 1, ഓക്കെ. ഇത് 2, മഴ വരുന്നുണ്ട്, ചീതടിക്കുന്നുണ്ട്. ഇത് 2, ഇത് 3-ാമത്തേത്. ബോംബെയിലൊക്കെ ഇങ്ങോട്ട് നല്ല ഡ്രസ്സ് ഇട്ട് കണ്ടില്ല. ഇതൊക്കെ നാട്ടിലെടുക്കായിട്ട് ഒരു സംഖ്യ കൊടുക്കണം. നാട്ടിലെ ആൾക്കാരെന്താ പറയാലോ, കച്ചവടം ചെയ്താൽ ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾ ചെറിയ പൈസ എടുക്കണുള്ളൂ. ഇല്ല പോത്തുകുട്ടിക്കാണ് നീന്തക്കം പഠിപ്പിക്കണേ. ബോംബെ കലക്കി കുടിച്ചാൽ നമ്മളെടുത്ത് ഞാൻ പറിച്ചൊന്നുമില്ല. ഞാൻ ബോംബെയിൽ അവർ പറഞ്ഞാണ്. ഇവിടെ കാണി, ഇതൊക്കെ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഞാൻ എടുത്തതാ. ഇതാ നിങ്ങൾ കാണിങ്ങൾ അല്ലേ. ഇനി ഇത് അതിലിതൊക്കെ എടുക്കണേ. അതും ഓൾക്കുള്ളതന്നെ ചുരിദാർ. അതുപോലെ ഇനിയുണ്ട് ഇത് ഓൾക്കുള്ളതന്നെ. ഇതിൻ്റെ മോൾക്കുള്ളതാ. ഇതിൻ്റെ മോൾക്കുള്ളതാ. അങ്ങനെ പെണ്ണുങ്ങൾക്ക് ഒരു 6 ചുരിദാർ എടുത്തിട്ടുണ്ട്. ഞാൻ മഴ വരുന്നുണ്ട്. ഞാൻ അപ്പുറത്ത് ഡോർ തുറക്കട്ടെ. അപ്പുറത്ത് ചീതലടിക്കുന്നുണ്ട്. അപ്പുറത്ത് കൂടെ വരട്ടെ. കണ്ടില്ല നിങ്ങൾ? അപ്പോൾ ഭാര്യമാരെ സ്നേഹിക്കുക. അല്ലാതെ സ്വർഗത്തിലെ ഭാര്യമാരൊക്കെ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കാത്തിക്കുന്നുണ്ട്. ഉസ്താദന്മാർ പറഞ്ഞിങ്ങനെ പൊന്നാര മക്കളെ നിങ്ങൾ മരിച്ചു പോയാൽ അള്ളാഹിൻ്റെ അടുത്ത് പോയാൽ സ്വർഗത്തിലെ ഭാര്യ നിങ്ങൾക്ക് കിട്ടൂ.
അതിന്റെ പിന്നാലെ നടക്കണ കുറെ ആൾക്കാരുണ്ട്. റബ്ബേ പൊന്നാര മക്കളെ, നിങ്ങളെ തീട്ടും കാട്ടൊക്കെ വൃത്തിയാക്കി തരണല്ല നിങ്ങൾ ഈ ഭൂമിയിലെ ഭാര്യ. ആ ഭാര്യ പോരാ മരിക്കുമ്പോളേ അള്ളാഹിനോട് ചോദിക്കേ, അള്ളാഹുവേ സ്വർഗത്തിലെ ഭാര്യ എനിക്ക് വേണ്ട. എനിക്ക് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൾ എൻ്റെ കരളിൻ്റെ കഷ്ണമായിരുന്നു. അവൾ എന്നെ വേദനിപ്പിച്ചിട്ടില്ല. ഞാൻ എന്ത് ചോദിച്ചാലും വാങ്ങി തന്നിരുന്ന. കൈയൊടിഞ്ഞപ്പോഴും അവളാണ് എന്നെ നോക്കിയത്, കാലൊടിഞ്ഞപ്പോഴും അവളാണ് എന്നെ നോക്കിയത്. അവൾ എനിക്ക് എല്ലാം ഉണ്ടാക്കി തരുന്ന. നാളെ ഞാൻ പള്ളിക്കാട്ടിൽ കിടക്കുമ്പോഴും അവൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. അതുപോലെ സ്വർഗത്തിലെ ഒരു ഭാര്യ എനിക്ക് വേണ്ടെന്ന് റബ്ബിനോട് അങ്ങനെ പറയും. അല്ലാതെ സ്വർഗത്തിലെ ഭാര്യയ്ക്ക് വേണ്ടി കുറേ ആൾക്കാർ ഉസ്താദ് പറഞ്ഞിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് കാത്തിക്കുന്ന ആൾക്കാരുണ്ട്, സ്വറും പൊളില്ലാത്ത ആൾക്കാർ. നിങ്ങളൊക്കെ ഏത് ഖുർആനെടുത്തിട്ടാ പഠിക്കണോ? ഇതൊക്കെ സ്വന്തം ഭാര്യക്ക് തെങ്ങുമ്പോ കേട്ടേ നിങ്ങളെപ്പോലെ കിട്ട കാണി. ഞാൻ റോട്ടിമേ കിടന്ന് വളർന്ന ആളാ. മഴ നല്ല മെയ്യുണ്ട് കേട്ടോ കാണി, മഴ പെയ്യണ കാണി. ഞാൻ വെക്കട്ടെ. ഈ സമനില തെറ്റുമ്പോഴേ തെങ്ങ് കയറി വന്നപ്പോൾ കാല് വേനയ്ക്കുക കേട്ടോ കാണി. എൻ്റെ അവസ്ഥ കാണി. പൊന്നാറ മക്കളെ, അങ്ങനെ അരിഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആളാ. നിങ്ങളൊക്കെയാണ് ജീൻസും പാൻറ്റിട്ട് നടക്കണത്. എന്നിട്ട് ഇന്ത്യ അടുത്ത് വന്നിട്ട് ചോദിക്കണ എങ്ങനെ അറിയോ? ഒരു 5000 ഉറുപ്പിക എടുക്കാണ്ടാവോ? എന്നിട്ട് ഇന്റെ കാശ് വാങ്ങി പോയിട്ട് അതാ രസം. ഇന്റെ കാശ് ഇന്റെ പൈസ വാങ്ങുക. എൻ്റെ അടുത്ത് വരുമ്പോൾ വേറെ തന്നെ കാണുകയാണ്. അപ്പം ഇന്റെ പൈസ വാങ്ങി പോയിട്ട് മറ്റോട് ചോദിക്കുക, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എവിടെ പോയതാ? ഞാൻ മാനിൻ്റെ അടുത്ത് പോയതാ. ആ മാനിൻ്റെ അടുത്ത് കായ് മേടിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ പഹനക്ക് പ്രാന്താണ്. അത് സുഖം. ആരും മേടിച്ചോന്നാ പറഞ്ഞത് മറ്റോനോട്. അപ്പം മറ്റോ പറയാം അത് ശരി തന്നെയാണെന്ന്. എന്നിട്ട് ഇപ്പം പോയതിനു ശേഷം മറ്റോന് എൻ്റെ അടുത്ത് വരിക പൈസ ചോദിക്കാണ്. അവരൊക്കെ പള്ളിൻ്റെ അകത്ത് വരികയാണ് നിസ്കരിക്കണം. എന്ത് രസമാണ് തലക്കെട്ടൊക്കെ ഉണ്ട് കെട്ടിയിട്ടേ ജനങ്ങളെ മുന്നിൽ നല്ല മനുഷ്യനായിട്ട് നടക്കുക. പണ്ടാറ മക്കൾ അള്ളാൻ്റെ മുന്നിൽ നല്ലതാവാൻ നോക്കിക്കോളി. അവിടെ പോയാലേ സ്വർഗം കിട്ടുള്ളൂ. നിങ്ങളൊക്കെ എത്ര ആൾക്കാരെ സ്വർഗത്തിൽ പോയി ഇക്കൊന്ന് കാണണം. ഞാൻ വെള്ളം നിറയ്ക്കാൻ വേണ്ടി വന്നതാട്ടാ. 10 മണിയാകുമ്പോഴത്തേന് വെള്ളം തീരും. എന്താ ഇപ്പം എൻ്റെ റൂമിൻ്റെ ഒക്കെ അവസ്ഥ? ഇതേമാതിരി എത്ര ആൾക്കാർ കിടന്ന് ഉറങ്ങണേ റബ്ബേ. ഇതിൽ എൻ്റെ കുട്ടികൾക്ക് ഡ്രസ്സ് ചാക്കിലാക്കി വെച്ചിക്ക്. ഈ ബാഗിൽ വെക്കാണ്ട്. സമയത്ത് 30 പോണത്. എൻ്റെ ബാത്റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. മക്കളെ, ഇതാണ് ഓരോ മനുഷ്യന്മാരെ ജീവിതം. കണ്ടില്ല നിങ്ങൾ? കണ്ട് പഠിക്ക്. നിങ്ങളൊക്കെയാണ് സ്വർഗത്തിൽ പോണത്. നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങളൊക്കെ ഏസിൽ ഇരുന്നിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കിയാണേ ഓരോരുത്തരാ. ഇനി ഇത് തുറക്കണം കഴിഞ്ഞിട്ട് ഇത് ലോക്ക് അടയ്ക്കുക. കണ്ടില്ലേ? കണ്ടില്ലേ ഓരോ മനുഷ്യന്മാർ ജീവിക്കണം ടോളിറ്റാ. ഇതാണ് എൻ്റെ കക്കൂസ്. ഓക്കെ. ഈ ഡ്രം ഇവിടെ ഇറക്കുമ്പോൾ ഞാൻ എന്നാളും പറഞ്ഞതാ, ഡ്രം ഇറക്കുമ്പോൾ ടൈൽസ് പൊട്ടിയതാ. ഇതാണ് എൻ്റെ ബാത്റൂം. ഓ അല്ലാ, ഇപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നു. എന്നാ മക്കളെ, ബോംബെക്കാരെ മനുഷ്യന്മാരിങ്ങനെ നിങ്ങൾ പറയണ്ടാവും 25 ലക്ഷത്തിൻ്റെ വീട്, 50 ലക്ഷത്തിൻ്റെ വീട്, എന്താ രസമല്ലേ? ആ ഇതേമാതിരി ആൾക്കാർ ഓരോരുത്തർ കണ്ണത്തെ രാജ്യത്ത് പോയിട്ട് താമസിക്കുകയാണ്. എന്നിട്ടാണ് ഈ നാട്ടിലേക്ക് ഒരു 10 ഉറുപ്പിക കൊണ്ടുവരുന്നത്. എന്നിട്ട് നിങ്ങളെന്താ പറഞ്ഞതെന്ന് അറിയോ? ഞങ്ങളടുത്ത് കുടിക്കാനുള്ള വെള്ളം നിറക്കട്ടെ. ഇപ്പോൾ വെള്ളം പറ്റിപ്പോൾ ഇതൊന്ന് കട്ടാക്കി പിടിക്കട്ടെ. 10:05 വെള്ളം നിന്ന് ഇത് നിറഞ്ഞ് ഇത് ഇത്ര ആയിട്ടുള്ളൂ. അത് ഞാൻ നാളെ വന്ന് നിറക്കാച്ചിട്ടാ. എന്തായാലും കുടിവെള്ളം കിട്ടി. പൊന്നാര മക്കളെ, നിങ്ങളൊക്കെ ഓരോരുത്തർ പ്രവാസികളൊക്കെ കണ്ണാത്ത രാജ്യത്ത് വന്നിട്ട് താമസിച്ചിട്ട് ഇതേമാതിരി പണിയെടുത്ത് ജീവിക്കുകയാണ്. ഇതൊക്കെ നിങ്ങളെ കാണിക്കൂല. കാരണം വളരെ മോശപ്പെട്ട സംഭവമല്ലേ. ആൾക്കാർ അറിഞ്ഞാൽ ഓരോരുത്തരെ വില പോവും. അപ്പോൾ വില കൊണ്ടുപോയി കളയേണ്ട വെച്ചിട്ട് എന്ത് ചെയ്യും? നല്ല പാൻറ് ഷർട്ട് ഇട്ട് നടക്കുമ്പോൾ അവിടുന്ന് അമ്പല കമ്മിറ്റിക്കാരുണ്ട് വരും, പള്ളിയിലെ കമ്മിറ്റിക്കാരുണ്ട് വരും. ഓരോ പിരിവിന് ആ പിരിവിന് വന്ന ആൾക്കാർ അവരും പ്രവാസി ലോകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ വലിയൊരു സ്വർഗാക്കി മാറ്റിയത്. പിന്നെ അവർ മക്കളൊക്കെ ഉണ്ട് ഭയങ്കര ലെവലിൽ അവിടെ സൂപ്പർ മാർക്കറ്റിന്റെ കച്ചവടമൊക്കെ ഉണ്ടാവുമ്പോണ്ടല്ലോ അവരെ പിതാക്കളൊക്കെ ഇങ്ങനെ വന്നത് ആ പിരിവിനുണ്ട് വരുന്ന സമയത്തെ ഒന്ന് വേദനപ്പെട്ടുകൊണ്ടിട്ടാ. കാരണം എന്താ അറിയോ? ഇതേമാതിരി ആൾക്കാർ വന്നിട്ട് നാട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഓനൊന്ന് ബുള്ളറ്റിമ്മ പോകുമ്പോൾ വിചാരിക്കണ്ടാവും നിങ്ങൾക്ക് വിചാരിക്കാൻ എന്താ അറിയോ? ഓൻ വലിയ പൈസക്കാരനാണ്. ആ പാവത്തിനടുത്ത് പൈസ ഒന്നുമില്ല. ഓൻ 25-40 ലക്ഷത്തിന്റെ വീട് കയറ്റിയിട്ട് ഭാര്യക്കും കുട്ടികൾക്കും വേണ്ടി സ്വർഗം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് മൊത്തം കടം വാങ്ങിയിട്ട് കര പോയിട്ടുണ്ടാവുക.
അത് നിങ്ങളോട് പറയില്ല, നിങ്ങളോടൊക്കെ പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നും കിട്ടാനും പോടില്ല. അപ്പൊ അത് കാരണം അവരെന്ത് ചെയ്യാറ് മനസ്സിലാ വിഷമം വെച്ചിട്ട് നടക്കുമ്പോൾ നാട്ടിൽ വരുമ്പോൾ ഉണ്ടാവും നിങ്ങളൊരു വലിയൊരു പിരിവെടുക്കണേ. ആ പിരിവെടുക്കുന്ന ഒരു സ്വർഗത്തിക്കാ നരകത്തിക്കാന്ന് ഞാനും നോക്കട്ടെ. എനിക്കൊന്നും അറിയണല്ലോ. ആ പിരിവെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചെടുത്തോണ്ടി. കാരണം നിങ്ങളെ പ്രവാസി ലോകത്താണ് ആ മനുഷ്യനെ നിങ്ങൾ അന്വേഷിക്കുക. അയാൾക്ക് നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാ, നല്ല ഓൻ ചിലപ്പോൾ നല്ല വീടും പറമ്പൊക്കെ വെട്ടി നിങ്ങൾ ചേർക്കണ്ട, ഓൻ വലിയ പൈസക്കാരനാണ്. പൊന്നര മക്കളെ ഇപ്പൊ ഞാതാ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ചേർക്കണ്ട ഞാൻ ഇവിടെ കച്ചവടം തെങ്ങും തോട്ടൊക്കെ ഉണ്ട്, അപ്പൊ നിങ്ങൾ ചേർക്കണ്ടാണ് വലിയ പൈസക്കാരനാണ്. ഇന്റെ അക്കൗണ്ടിൽ ഒരു കുന്തുമില്ല. ഇപ്പൊ ആകെ 75,000 ഉറുപ്പിട്ടുണ്ട്. 75,000 80,000 ഉണ്ടാവും. എന്താ വെച്ചാൽ 1 ലക്ഷം രൂപ തെങ്ങും തോട്ടത്തേക്ക് കെട്ടണം. അതിക്ക് പൈസ കുറഞ്ഞിട്ട് ഞാൻ സങ്കടപ്പെട്ട് നിൽക്കുക. എനിക്ക് പൈസ കിട്ടും, 50,000 കിട്ടും, ഞാൻ വേറെ തോട്ടത്തിൽ കൊണ്ടേ കെട്ടും. 70,000 കിട്ടും, 1 ലക്ഷം കിട്ടും വേറെ. ഇതിങ്ങനെ ബാങ്കിൽ ഒരു കുന്തുമില്ല. ബാങ്കിലിട്ടിട്ട് എന്താ പലിശക്ക് തിന്നുക? പലിശക്ക് തിന്നതിനെ ഉമ്മാനെ വ്യഭിചരിക്കണം. ഖുറാനിൽ അങ്ങനെയൊക്കെ ഉണ്ട്. എൻ്റെ ഉസ്താദന്മാർ പ്രസംഗിക്കുകയാണ്. പിന്നെ എങ്ങനെ നമ്മൾ ബാങ്കിൽ നിന്ന് പലിശ നമ്മൾ 1 ലക്ഷം റുപ്യ അവിടെ കൊണ്ടിട്ട് നമുക്ക് അതിൽ നമ്മളെ പണി ജോലിയുടെ ഭാഗമായിട്ട് നമുക്കൊരു 10-25,000 രൂപ കിട്ടും. അത് പോരെ. അപ്പൊ കയ്യും കാലം മുറിഞ്ഞാൽ ഞാൻ പ്ലേറ്റ് ആയിട്ട് നടക്കും. അതാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തെങ്കിലും ഒരു കച്ചവടം ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ കയ്യും കാലം മുറിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ ഒന്ന് നടത്തി തരുന്ന റബ്ബേ എന്നാണ്ട് റബ്ബിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് പറയണേ, ഈ പിരിവിനൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളിട്ടാ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്ത ഇബാദത്തും നിസ്കാരമൊക്കെ വെറുതാവും. ഓരോ മനുഷ്യന്മാരെ വേദനിപ്പിക്കണ്ട. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഒരു ബക്കറ്റ് എടുത്തിട്ട് ഡബ്ബ ഇടാം. ആ ഡബ്ബിന്റെ നടുവിൽ ഒരു സെന്ററിൽ ഒരു ബില്ലിലാക്കിയിട്ട് ഓരോട് പറയാം ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ അയക്കാൻ ഇട്ടോളി, ഞങ്ങൾ നോക്കണില്ല എന്ന് പറയണം. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് കുഴപ്പമില്ല. കാരണം ആ പാവം ഇവിടുത്തെ കടം മേടിച്ചിട്ട് 10-20,000 രൂപ പോയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ 5-8 ആൾക്കാർ വരുമ്പോ അവർക്കൊന്നും പറയാൻ പറ്റൂല. രണ്ടാമത്തെ ഓന്റെ വീട്, ഓൻ നല്ല രസമുള്ള സ്ഥലം. അപ്പൊ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ പലതോടെ ചിന്തിക്കുകയാണ്. ആ പാവത്തിന്റെ മനസ്സിന്റെ ഉള്ളിലത്തെ ഒരുക്കാറ്. കാരണം നിങ്ങളെ മുന്നിൽ പറയാൻ പറ്റുമോ? അതൊന്നും ചെയ്യരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതേമാതിരി ഒരു ഡപ്പ ഉണ്ടാക്കുക. ഒരു ബക്കറ്റ് മേടിച്ചിട്ട് അതിനോട് ഡക്കന് മേടിച്ചിട്ട് അവരോട് പറയാ ഞങ്ങൾ നോക്കണില്ല, നിങ്ങൾ ഇട്ടോളി. പക്ഷെ അപ്പൊ ഞാൻ അത്യാവശ്യം കഴിവുള്ളാത്ത ഞാൻ ഇട്ടും. എനിക്കറിയാം അത് അമ്പലത്തിക്ക് കൊടുക്കാനുള്ളതാ. അത് അവർ പള്ളികൾക്ക് വേണ്ടിയിട്ടാണ് വന്നിക്കണത്. അപ്പൊ നമ്മളെന്നെ ആരായാലും മനസ്സറിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. ആ ഇല്ലാത്തവനെ നിങ്ങളാണ്ട് പിരിവടി എഴുതുമ്പോ ആ ആളെ നെഞ്ഞി പൊട്ടുകണേ. ആൾക്കൊന്നും പറയാൻ പറ്റൂല. അയാളൊക്കെ ശാപം തട്ടിയാണ്ടല്ലോ ഒരു മനുഷ്യന്മാര് സ്വർഗത്തിൽ പോകില്ല. പൊന്നാര മക്കളെ, നിന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ആരെങ്കിലും ആ വയ്ക്കും നിങ്ങളൊക്കെ ഒന്ന് ചെയ്തോക്കാണ്. പടച്ചോനെ അവിടെ പിടിച്ചത് കിട്ടും. നിങ്ങളെ ഓരോരുത്തരെ വിടൂല. എന്താണ് ഈ ചെക്കൻ ഇങ്ങനെ പ്രസംഗിച്ചിരുന്നേ? അപ്പൊ നിങ്ങൾ പറഞ്ഞത് ആ ചെക്കനക്ക് പ്രാന്താണ്. ചെക്കൻ വല്ലാതെ വീഡിയോയിൽ വരേണ്ട പ്രാന്താണ്. സമനില തെറ്റിയിലാണ് ഇപ്പോഴും വീഡിയോ എടുക്കണേ. അപ്പൊ പടച്ചോൻ പറയും നിങ്ങൾക്ക് പഠിച്ച ആൾക്കാരാണോ പഠിക്കാത്തവന്റെ രണ്ടും കൂടി അവിടെ തുലാസിൽ തൂക്കും. പഠിച്ച ആൾക്കാരായാലും ഒരു തുലാസ് ഉണ്ടാവും, പഠിക്കാത്തവന്റെ വാക്കിലും തുലാസ് ഉണ്ടാവും. 2 തുലാസും കൂടി ഏതാണോ കറക്റ്റ് ആവണം നമുക്ക് നോക്കാം. മനുഷ്യന്മാരെ പാവങ്ങൾ ജീവിച്ചോട്ടെ. ഓരോരുത്തര് കഴിവുള്ള കൊടുക്കിങ്ങള് ഇല്ലാത്തവന്റെ പിന്നാലെ പോയിട്ട് ഓരോന്നും ചെയ്യാൻ നിൽക്കണ്ടേട്ടാ. ആ പള്ളിക്കാട്ടി കബറ് ആകെ അങ്ങോട്ട് ഇടിഞ്ഞിട്ട് കുടുങ്ങും. എല്ലാവരോടും പറയുന്നുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ സമനില തെറ്റി. ഇതൊക്കെയാണ് എന്റെ അവസ്ഥ. കണ്ടില്ലേ നിങ്ങൾ കാണി. ഇതിനുള്ളിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടൊരു മനുഷ്യനെ നിങ്ങൾ റബ്ബിന്റെ അടുത്ത് ആരെ സ്വർഗം കാണാൻ ഞാനൊന്ന് കാണാമല്ലോ. ബുദ്ധി വെച്ച മുതൽക്ക് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് ബുദ്ധി വെച്ച മുതൽക്ക് ഞാൻ ഇന്റർനെറ്റിൽ കൂടെ എല്ലാം നോക്കുന്നുണ്ട്. ഓരോ മനുഷ്യന്മാരെ കാട്ടിക്കൂട്ടണേ. കാരണം ഞാൻ സ്വർഗത്തിക്കില്ല. നിങ്ങൾ ആരും ഇന്നെ സ്വർഗത്തിക്ക് കൊണ്ടുവരണ്ട. പടച്ചോട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട. അങ്ങനെയും ചെയ്തോളി. എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട. കാരണം ഞാൻ പടച്ചോണ്ട് എന്റെ മനസ്സിന്റെ റബ്ബ് അറിയുന്നുണ്ട്. നിങ്ങളെ മനസ്സ് റബ്ബ് അറിയുന്നുണ്ട്. പിന്നെ എന്തിനപ്പോ ഞാൻ ദുആ ചെയ്ത എനിക്ക് കിട്ടണമുണ്ട്. കിട്ടാതിരുന്നില്ല. സെക്കൻഡ് പ്രകാരം അള്ളാഹു മലക്കളെ പറഞ്ഞയക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഓർത്തനിക്ക് 24-ാം തീയതി ഒരു കുട്ടിയുടെ ഉമ്മി മോനും കൂടി പൊട്ടിക്കറിയായിരുന്നു. 24/7/2005. അപ്പോ സൈനികൻ ട്രാവൽസറിന്റെ മൂപ്പരൊക്കെ എന്റെ ഗ്രൂപ്പിലുണ്ട്. മൂപ്പരെ ഗ്രൂപ്പിലേക്ക് വിട്ടിട്ടാണ് മാനുവോ എന്റെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് വിട്ടുകൊടുക്കുക. എന്തെങ്കിലും ഒന്ന് നമ്മളെ എന്റെ അയൽവാസിയാണെന്ന്, അവരെ വേണ്ടപ്പെട്ട ആളാണ്. ആ ഉമ്മ കിഡ്നി പോയിട്ട്. അപ്പൊ ഇതൊക്കെ നോക്കി. അപ്പൊ ആ സൈനിക എനിക്ക് വിട്ടെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ആ ഗ്രൂപ്പിലും വിട്ട് എന്റെ യൂട്യൂബിലും വിട്ട്. അപ്പൊ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണ്ട. ഞാൻ ആ കുട്ടിക്ക് വേണ്ടിട്ട് 500 ഉറുപ്പിക ഇട്ടപ്പോ തന്നെ 1 മണിക്കൂറും കൂടി ആയിട്ടില്ല. അപ്പൊ അതിന് ഫോൺ കോൾ വന്നിട്ട് പറഞ്ഞ ഒരു തെങ്ങുണ്ട് പോയി കെട്ടുക. അത്രയും സൈറ്റൊക്കെ അങ്ങനെ തെങ്ങ് കയറാൻ കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ലോകത്തോട് വിളിച്ചു പോരാം. അപ്പൊ സൈനിക പറഞ്ഞപ്പോ ഞാൻ 500 ഉറുപ്പിക 501 ഉറുപ്പിക ഇട്ടോടത്തോട് കൂടിയിട്ട് പടച്ചനെ 500 കൊടുത്തപ്പോ 3 500 നോട്ടിന് വന്ന്.
അപ്പൊ ദുആക്ക് പ്രതിഫലം ഉണ്ട്. നമ്മളെ ഉള്ളിന്റെ അകത്തുനിന്ന് വരണം. എന്നിട്ട് റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹ് തരും. ഇൻഷാ അല്ലാഹ്. കണ്ടമാനാവുമ്പോ ആൾക്കാർക്ക് വെറുപ്പാണ്. ഇതാ എന്റെ അവസ്ഥ ട്ടാ. നിങ്ങളൊക്കെ നമുക്കൊക്കെ സ്വർഗത്തിൽ പോകണ്ടേ? എല്ലാവരും ഉണ്ടാവും. ഞാൻ നരകത്തിലുണ്ടാവും, നിങ്ങൾ സ്വർഗത്തിലുണ്ടാവും. പോരാ, കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഞാൻ നരകത്തിൽ ഇപ്പുറത്തുണ്ടാവും, സ്വർഗത്തിൽ എൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും ഞാൻ. അത് എന്തിനാ അറിയോ? നിങ്ങളൊക്കെ വരുമ്പോൾ ചോദിക്കാനാണ് എന്താ സംഭവം എവിടേക്കാന്ന്. ഞങ്ങൾ സ്വർഗത്തിക്കാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾ പോയിക്കോളി, വേഗം പോയിക്കോളി, ഞാൻ ഇവിടെ നിന്നുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ വരാണ്ടേ. എനിക്ക് ബുദ്ധി വെച്ചാൽ മുതൽക്ക് ഇൻഷാ അല്ലാഹ്. കണ്ണീരിൻ കഥ ചൊല്ലി കനിവിനായി തേടിയിടാം. 21/7/2023 പണിതീരെ മഴ ഞാൻ കേറി അവസാനിച്ചോടെ കുറിച്ച് മഴ പെയ്ത്. അതാണ് അള്ളാന്റെ കുതിരത്തിട്ട. ഞാൻ 5-6 തെങ്ങ് കയറി അവിടെ കൊണ്ട് മഴ മഴണ്ട് പെയ്ത്. കണ്ടില്ല കാതാലി കേട്ടില്ല കാലം തീർന്നില്ല പാപീവൻ പൂമുത്ത്. ഞാന് നിങ്ങളോട് സത്യം പറയാണ്. കാരണം ഞാൻ തെങ്ങ് കയറിയപ്പോ ഞാൻ തന്നെ എന്റെ മനസ്സ് പറഞ്ഞ് നിർത്തിക്കാളെ നിന്നെ എടുക്കണ്ട, അങ്ങോട്ട് ഇട്ടുകൊടുത്താളി. ഇന്നെടുക്കാൻ ഞാൻ കുരങ്ങനാണ് ജനങ്ങളെ മുന്നിൽ. പിന്നെ എന്തിനാ ഇന്നെടുക്കണത്? മനുഷ്യന്മാർക്ക് ഞാൻ കുരങ്ങന. ഞാൻ കാട്ടിലെ വാപ്പാച്ചിന്റെ മകളെ കുട്ടിയാണ്. 88 ഏക്കർ സ്ഥലമുള്ള എന്റെ വാപ്പ ഉണ്ടാക്കി അങ്ങനെ 100 ചില ഏക്കർ സ്ഥലത്തിന് ഒരു മാണിക്കക്കല്ല് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണതാണ്. പിന്നെ എന്തിനാണ് നിന്നെടുക്കണത്? ഞാൻ കുരങ്ങനായിട്ട് കണ്ടോട്ടെ. മനുഷ്യന്മാര് അവര് കാണട്ടെ. എവിടെ ഇപ്പൊ പാട്ട് നിന്നാ സ്റ്റോപ്പാക്കി പിടിച്ചാണ്. 1 മിനിറ്റ്.